പ്രിയമുള്ളവരെ, വരൂ നമുക്ക് യാത്ര തുടരാം. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ കണ്ണംപറമ്പ് ശ്മശാനം. എല്ലാവരും നോക്കാം. കോഴിക്കോട് KSRTC ഡബിൾ ഡെക്കർ സിറ്റി ബസ്സിൽ നിന്നുള്ള അപൂർവങ്ങളായ ദൃശ്യം. ആയിരങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബർസ്ഥാനം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്മശാനമാണ് കണ്ണംപറമ്പ് ശ്മശാനം. എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയില്ല. ബസ്സിൻ്റെ ഡബിൾ ഡെക്കറിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ചകൾ. കുട്ടികൾ കടലിൽ ഒരു പേടിയുമില്ലാതെ നീന്തി തുടിച്ച് ആർത്തുല്ലസിക്കുകയാണ് ഇവിടെ. ഇത് ഒരു ദിവസത്തെ കാഴ്ച മാത്രമല്ല, എന്നും ജനങ്ങൾക്ക് കൂടിയിരിക്കാൻ, അസ്തമയ സൂര്യൻ്റെ ഇളം തലോടലിൽ സൊറ പറഞ്ഞിരിക്കാൻ ബീച്ചിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓ, നോക്കൂ എന്ത് ഭംഗിയാണ്! അസ്തമയ സൂര്യൻ്റെ ചെങ്കതിരേറ്റ് കടൽ ഒരു ചെങ്കടലായി മാറിയിരിക്കുന്നു. എല്ലാവരും അത്യാഹ്ലാദത്തോടെ നമ്മളെ നോക്കുകയാണ്. അപൂർവമായ ഒരു കാഴ്ച അവരും ആസ്വദിക്കുകയാണ്. ചൂടുള്ള മീൻ എന്ന് പരസ്യം ചെയ്യാറുണ്ട്. ഇവിടെ ഇതാ ഫ്രഷ് ആയ ഇപ്പോൾ പിടിച്ച മത്സ്യം വാങ്ങാം. മിതവിലയ്ക്ക് ധാരാളമുണ്ട് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുകയാണ് അവർ കവറുമായി. വിളിച്ചു വരുത്തുന്നുണ്ട്. ക്ഷണിച്ചില്ല എന്ന് കരുതേണ്ട. ഇഷ്ടം പോലെ മത്സ്യം ലഭിക്കും. കുട്ടികൾ കളിയിലേർപ്പെടുന്നു, കടലിൽ നീന്തി കുടിക്കുന്നു. മനുഷ്യരെല്ലാം പൊതുവേദിയിൽ അന്യോന്യം സൊറ പറഞ്ഞ് സന്തോഷം പങ്കിടുന്നു. വല്ലാത്തൊരു ജീവിത കാഴ്ച തന്നെയാണ് ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ ജനിക്കുന്നത്. ഇതൊന്നും പണ്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരേ ഫ്രെയിമിൽ നാം ആസ്വദിച്ചിട്ടില്ല. ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു കാറിൽ, ഒരു ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പോവുക എന്നല്ലാതെ എല്ലാം ഒരേ ഫ്രെയിമിൽ കാണാൻ ഈ KSRTC ഡബിൾ ഡെക്കർ സിറ്റി ബസ്സിൽ ഇന്ന് നമുക്ക് ആസ്വദിക്കാം. അവിടെ ചെറിയൊരു ബ്ലോക്കുണ്ട്, അതുകൊണ്ട് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പത്രപ്രവർത്തകനാണ് കേട്ടോ. ഏത് പത്രത്തിൻ്റെ ആളെന്ന് അറിയില്ല. ഇദ്ദേഹം അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഫോട്ടോയാണ് പിന്നീട് അച്ചടിച്ച് വന്നിട്ടുള്ളത്. ഏതാണ് പത്രം എന്ന് അറിയില്ല. എന്തായാലും ദേശാഭിമാനിയിലും മനോരമയിലെല്ലാം മാതൃഭൂമിയിലുമെല്ലാം വിശദമായി വളരെ ആകർഷകത്വത്തോടു കൂടി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കടൽ തീരത്തെ കാഴ്ചകളാണ്. വീടുകളെല്ലാം അതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പഴയ ഓടിട്ട വീടുകൾ, ചെറിയ വീടുകളാണ് കേട്ടോ. വണ്ടിയിൽ നിന്നും യാത്രക്കാർ വളരെ സന്തോഷപൂർവം, ആവേശപൂർവം ഓരോ കാഴ്ചകളും പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ചങ്ങാതിയുടെ മുടി പാറി കളിക്കുകയാണ്. പറഞ്ഞത് കേൾക്കുന്നില്ല. കാറ്റിൽ ആടിക്കളിക്കുന്ന മുടി ഇഴകൾ. വീണ്ടും നമ്മൾ കണ്ട വഴി കൂടി തന്നെയാണ് തിരിച്ചു പോരുന്നത്. കണ്ണംപറമ്പ് ശ്മശാനമാണ് ഇടത് ഭാഗത്തുള്ളത്. വലത് ഭാഗത്ത് മനോഹരമായ കടൽ. കടൽ എല്ലാവരുടെയും ഒരു ദൗർബല്യം തന്നെയാണ്.
ആ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ ഇരുന്നാലുണ്ടല്ലോ സമയം പോകുന്നത് അറിയില്ല. ആ തിരമാലകൾ വന്ന് കടലിനെ ഉൽക്കുന്ന കാഴ്ചകൾ, അവർ കിന്നരം പറയുന്ന സന്തോഷിച്ച് വേർപിരിയുന്ന കാഴ്ചകൾ, വീണ്ടും ഒന്നിൽ കൂടുതൽ ശക്തിയായി തിരിച്ചു വന്ന് കടലിനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചകൾ, അത് മനോഹരമായ ഒരു കാഴ്ചയാണ് കടൽ. പല നിർമ്മിതിയിലുള്ള കെട്ടിടങ്ങൾ ഇന്ന് ഇവയ്ക്കെല്ലാം വളരെയധികം പ്രാധാന്യമുണ്ട്. സിമന്റ് കോട്ടകളാൽ നിർമ്മിക്കപ്പെടുന്ന കെട്ടിടങ്ങളെക്കാൾ, ഫ്ലാറ്റുകളേക്കാൾ എന്തോ ഒരു ആകർഷകത ഈ കെട്ടിടങ്ങൾക്കുണ്ട്. പഴയ മോഡൽ, ആ പഴയ കാലം ഓർമ്മപ്പെടുത്തലായിട്ട് കേരള നാട്ടിലെ കാഴ്ച. ഇവിടെയെല്ലാം പോളാർ ബെയർ, പേടിക്കേണ്ട, ഒരു ഹോട്ടലിൻ്റെ പേരാണ്.